ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മൾബറി കൊണ്ടൊരു അച്ചാറിടാം. അതിന് വേണ്ടിയിട്ട് മൾബറിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പഴുത്തത് കഴിക്കാനും പച്ച കൊണ്ട് അച്ചാറും ഇടാം. പാന് ചൂടായി വരുമ്പോൾ കായത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി ഒരു വെളുത്തൊരു കളർ പോലെ ആവും. ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയണ പോലെ അതേപോലെ നമുക്ക് ചൂടാക്കി എടുക്കണം. കായം ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക് ഇവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ചൂട് പോയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പാന് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ കടുക്. ഇത് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. കായം, കടുകും ഉലുവയും കൂടെ പൊടിച്ചതില്ലേ അത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മൾബറി ചേർത്ത് കൊടുക്കുക. ഇത് അടിയിൽ ചെറിയൊരു പച്ചയും പഴുപ്പും കൂടെ കൂടിയത് ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ല പുളിയായിരിക്കും. നല്ല പഴുത്ത മൾബറി മാത്രമേ മധുരമുണ്ടാവുള്ളൂ. ബാക്കി ഫുള്ള് പുളിയാണ് ഉണ്ടാവുക. കുറച്ചും കൂടി വിനാഗിരിൻ്റെ കുറവുണ്ടായപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൾബറി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.